ആരംഭിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററായ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവുമാണ്. ഓക്കെ, ഇപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഓക്കെ, അതായത് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഓക്കെ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ആകെ 7 ചാപ്റ്ററാണ് കെമിസ്ട്രി സിലബസിൽ ഉള്ളത് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അതിൽ വിദ്യാർത്ഥികൾക്ക് പ്രയാസകരമായി തോന്നാവുന്ന ഒരു ചാപ്റ്ററാണ് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ചാപ്റ്ററിനെ 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ ഭാഗം പാർട്ട് 1 വാതക നിയമങ്ങൾ. യെസ്, ഗ്യാസ് ലോസ്. നമ്പർ 2 മോൾ സങ്കല്പനം. അതായത് മോൾ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ചാപ്റ്ററിലെ പ്രധാന ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഓക്കെ, പ്ലീസ് ലിസൺ. ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, വാതകങ്ങളുടെ അടിസ്ഥാനപരമായ സവിശേഷതകൾ. വാതകങ്ങളുടെ അടിസ്ഥാനപരമായ സവിശേഷതകൾ, അതായത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസസ്. Or we can say behavior of gases. അല്ലെ, വാതകങ്ങളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ വാതകങ്ങളുടെ സ്വഭാവം എന്നൊക്കെ നമുക്ക് പറയാം. ഇതാണ് ഇതിലെ ഒന്നാമത്തെ ടോപ്പിക്. സെക്കൻഡ് ടോപ്പിക് ഓക്കെ, വോളിയം ഓഫ് ഗ്യാസ്. അതായത് നമുക്ക് എന്ത് പറയാം? വാതകങ്ങളുടെ വ്യാപ്തം. ഓക്കെ, വാതകത്തിന്റെ വ്യാപ്തം, വോളിയം ഓഫ് ഗ്യാസസ്. യെസ്, വ്യാപ്തം അല്ലെ, വോളിയം ഓഫ് ഗ്യാസസ്. അടുത്തത് വാതകത്തിന്റെ മർദ്ദം. ഓക്കെ, വാതകത്തിന്റെ മർദ്ദത്തിന് ഇംഗ്ലീഷ് പറയാം പ്രഷർ അല്ലെ, പ്രഷർ ഓഫ് ഗ്യാസസ്. യെസ്. നമ്പർ 4 വാതകത്തിന്റെ താപനില. യെസ്, അതായത് എന്താ? ടെമ്പറേച്ചർ ഓഫ് ഗ്യാസസ്.
നമ്പർ 5 വാതക നിയമങ്ങൾ. വാതക നിയമങ്ങൾ, അതായത് ഗ്യാസ് ലോസ്. ഗ്യാസ് ലോസ് പ്രധാനമായും നിങ്ങൾ 3 വാതക നിയമങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ബോയിൽ നിയമം, ഓക്കെ, ഓർ ബോയിൽസ് ലോ, അല്ലെ, ബോയിൽ നിയമം ഓർ ബോയിൽസ് ലോ, ബോയിൽസ് ലോ, ബോയിൽസ് ലോ, പിന്നെ ചാൾസ് നിയമം, ചാൾസ് ലോ, ചാൾസ് ലോ, പിന്നെ അവോഗാഡ്രോസ് ലോ, അവോഗാഡ്രോ നിയമം, അവോഗാഡ്രോ നിയമം. ദെൻ ഇതിലെ ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് പാർട്ട്, അല്ലെ, എന്താണ് വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിന് ശേഷം നിങ്ങൾ മോൾ കോൺസെപ്റ്റ് പഠിക്കുന്നു, മോൾ സങ്കല്പനം പഠിക്കുന്നു, മോൾ സങ്കല്പനത്തെ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, അതായത് മോൾ സങ്കല്പനത്തിൽ അല്ലെ കാര്യമായിട്ട് നിങ്ങൾ യു ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഹൗ ക്യാൻ വി കൗണ്ട് ദ നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ് പ്രസന്റ് ഓർ ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആറ്റങ്ങളുടെ, തന്മാത്രകളുടെ അല്ലെങ്കിൽ അയോണുകളുടെ എണ്ണം നമുക്ക് എങ്ങനെ കാണാം. അപ്പോ നിങ്ങൾക്ക് എക്സാമിന് കൂടുതലും എന്താ പറയാ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള, ഏറ്റവും ചാൻസ് ഉള്ള ഏരിയയാണ് എന്ത്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഓക്കെ, അപ്പോ നോക്കുക, ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് ഒന്നുകൂടി നോക്കുക. വാതകങ്ങളുടെ അടിസ്ഥാനപരമായ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസസ്, ഇതാണ് ഒന്നാമത്തെ കാര്യം, അല്ലെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ വാതകത്തിന്റെ വ്യാപ്തം, വോളിയം ഓഫ് ഗ്യാസസുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കാൻ വേണ്ടി പോകുന്നു. യെസ്, നെക്സ്റ്റ്, യെസ്, വാട്ട് ഈസ് മീൻഡ് ബൈ പ്രഷർ ഓഫ് ഗ്യാസ്, വാതകത്തിന്റെ മർദ്ദം എന്താണ്. ഓക്കെ, വാതകത്തിന്റെ മർദ്ദം എന്താണെന്ന കാര്യം പഠിക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം നിങ്ങൾ വാതകത്തിന്റെ താപനിലയെ കുറിച്ച്, ടെമ്പറേച്ചർ ഓഫ് ഗ്യാസസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു അതിനുശേഷമാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്, എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഭാഗം. എന്താണത്? വാതക നിയമങ്ങൾ, ഗ്യാസ് ലോസ്. ഓക്കെ, 3 ഗ്യാസ് ലോസ് ആണ് നിങ്ങൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ. അതുകൂടാതെ ഇതിലെ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് പാർട്ട്, ചാപ്റ്റർ സെക്കൻഡ് പാർട്ടാണ് മോൾ കോൺസെപ്റ്റ്, മോൾ സങ്കല്പനം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് സാവധാനത്തിൽ കടക്കാം. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് ഇന്ന് നമുക്ക് വാതകങ്ങളുടെ അടിസ്ഥാനപരമായ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം, അല്ലേ? നമുക്കറിയാം, കെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്തിനെ കുറിച്ചാ? ദ്രവ്യത്തെ കുറിച്ചാണ്. ദ്രവ്യം, ഇംഗ്ലീഷിൽ എന്താ പറയാ ദ്രവ്യത്തിന്? ദ്രവ്യം, മാറ്റർ എന്ന് പറയും, അല്ലെ? മാറ്റർ. വാട്ട് ഈസ് മീൻ ബൈ മാറ്റർ? എന്താണ് ദ്രവ്യം? മാറ്ററിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ്രവ്യത്തിന് ഒരു നിർവചനം നമുക്ക് എങ്ങനെ കൊടുക്കാം? ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്, അല്ലേ? എന്താണ് മാറ്റർ? Matter is anything which has definite mass and occupies some space. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലേ, ഡെഫിനിറ്റ് മാസ്, നിശ്ചിത മാസ് ഉള്ളതും, ഒക്യുപ്പൈസ് സം സ്പേസ്,
സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതുമായ ഏതിനെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് മാറ്റർ? എന്താണ് ദ്രവ്യം? നിശ്ചിത മാസുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതുമായ ഏതിനെയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. അപ്പോൾ മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് ഡെഫിനിറ്റ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് സം സ്പേസ്. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഈ മാറ്ററിനെ അവയുടെ ഫിസിക്കൽ സ്റ്റേറ്റ് മീൻസ് ഭൗതികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാറ്ററിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലേ? എന്തൊക്കെയാണ്? സോളിഡ്, ഖരം, ലിക്വിഡ്, ദ്രാവകം, ഓക്കെ, ഗ്യാസ്, വാതകം. അപ്പോ ഇത് മൂന്നും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണ്? ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലുള്ള മാറ്ററിന് എന്തൊക്കെയുണ്ട്? ഏത് മാറ്ററിനും നിശ്ചിത മാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. യെസ്, ഖരാവസ്ഥയിലുള്ള ദ്രവ്യത്തിന്, സോളിഡ് സ്റ്റേറ്റിലുള്ള മാറ്ററിന് എന്തൊക്കെയുണ്ട്? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അതുകൂടാതെ തന്നെ ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, അല്ലെ? അതായത് നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അതായത് ഈ മാർക്കർ സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഇതിന് നിശ്ചിത ഷേപ്പ് ഉണ്ട്, ഇതിന് നിശ്ചിത വ്യാപ്തമുണ്ട്, ഡെഫിനിറ്റ് വോളിയനും ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഇതിനും നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവും ഉണ്ട്. ഓക്കെ, പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മാറ്റർ, അല്ലെ? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മാറ്ററിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്, ബട്ട് നോ ഡെഫിനിറ്റ് ഷേപ്പ്, നിശ്ചിത ആകൃതിയില്ല. ഇത് എപ്പോഴും ഈ ലിക്വിഡ്, ഈ ദ്രാവകം ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറിന്റെ, പാത്രത്തിന്റെ ആകൃതിയാണ് ഇത് കൈവരിക്കുന്നത്. ഓക്കെ, അപ്പോ നോക്കുക, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മാറ്ററിന് ഞാൻ എന്താ പറഞ്ഞത്? ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്, ബട്ട് നോ ഡെഫിനിറ്റ് ഷേപ്പ്. പക്ഷേ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള മാറ്ററിന്, വാതകാവസ്ഥയിലുള്ള ദ്രവ്യത്തിന് നിശ്ചിത ആകൃതിയുമില്ല, നിശ്ചിത വ്യാപ്തവുമില്ല. അപ്പോ യെസ്, matter in the gaseous state has no definite volume and no definite shape. Okay, ഇനി ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും സോളിഡ് സ്റ്റേറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഓക്കെ, ഖരാവസ്ഥയും ദ്രാവകാവസ്ഥയും വാതകാവസ്ഥയും തമ്മിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കൂടി ഞാൻ പറയാം. യെസ്, സോളിഡ് സ്റ്റേറ്റില് പാർട്ടിക്കിൾസ്, കണങ്ങൾ വളരെ അടുത്തടുത്തായാണ് കാണപ്പെടുന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയാം, അല്ലേ? ഓക്കെ, നമുക്ക് പറയാൻ പറയുന്നത് ക്ലോസ്ലി പാക്ഡ് എന്ന് പറയാം. ക്ലോസ്ലി പാക്ഡ്. നേരെ മറിച്ച് ലിക്വിഡ് സ്റ്റേറ്റില് സോളിഡ് സ്റ്റേറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ
കണങ്ങൾ തമ്മിലുള്ള അകലം കൂടുതലാണ്. കണങ്ങൾ തമ്മിലുള്ള അകലം കൂടുതലാണ്. ഗ്യാഷ്യസ് സ്റ്റേറ്റില് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം? സോളിഡ് സ്റ്റേറ്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. ലിക്വിഡ് സ്റ്റേറ്റ് പാർട്ടിക്കിൾസ് ആർ ലൂസ്ലി പാക്ഡ് എന്ന് പറയും. ലൂസ്ലി പാക്ഡ്. ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് ആർ വെരി ലൂസ്ലി പാക്ഡ്. ഇതാണ് ഈ സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും ഗ്യാഷ്യസ് സ്റ്റേറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ കാര്യമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാതകങ്ങളുടെ അടിസ്ഥാനപരമായ സവിശേഷതകളെ കുറിച്ചാണ്. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസ്. വാതകങ്ങളുടെ 6 പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ സവിശേഷത എന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ലിസൺ. Every gas consists of very small particles. Very small particles. Okay? അപ്പോ ഏതൊരു വാതകത്തിലും അടങ്ങിയിരിക്കുന്നത് വളരെ ചെറിയ കണങ്ങളാണ്. ഓക്കെ, വാതകങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ചെറിയ കണങ്ങൾ കൊണ്ടാണ്. ഈ കണങ്ങൾ ആറ്റങ്ങളാകാം, തന്മാത്രകളാകാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതൊരു കണ്ടെയ്നറാണ്. ഇതൊരു വെസലാണ്, ഒരു പാത്രമാണ്. ഈ കണ്ടെയ്നറിൽ ഹീലിയം ഗ്യാസ് ഉണ്ടെന്ന് കരുതുക. ഹീലിയം ഗ്യാസ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഹീലിയം വാതകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതുകൊണ്ടാണ്? ഹീലിയം ആറ്റങ്ങൾ കൊണ്ടാണ്. ഹീലിയം ഗ്യാസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഹീലിയം ആറ്റങ്ങൾ കൊണ്ടാണ്. പക്ഷെ ഒന്ന് നോക്കുക, വേറൊരു വെസലിൽ ഓക്സിജൻ ഗ്യാസ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോ ഈ ഓക്സിജൻ ഗ്യാസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതോ ഏതുകൊണ്ടാ? ഓക്സിജൻ മോളിക്യൂൾസ് കൊണ്ടാണ്, ഓക്സിജന്റെ തന്മാത്രകൾ കൊണ്ടാണ്. വേറൊരു വെസലിൽ, വേറൊരു പാത്രത്തിൽ നൈട്രജൻ ഗ്യാസ് ഉണ്ട്. ദാറ്റ് നൈട്രജൻ ഗ്യാസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നൈട്രജൻ മോളിക്യൂൾസ്. ആ നൈട്രജൻ ഗ്യാസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ കണങ്ങൾ നൈട്രജന്റെ തന്മാത്രകളാണ്. ഓക്കെ, അപ്പോ ഏതൊരു ഗ്യാസിലും അടങ്ങിയിരിക്കുന്നത് വളരെ ചെറിയ കണങ്ങളാണ്. ഈ കണങ്ങൾ ആറ്റങ്ങളാകാം, തന്മാത്രകളാകാം. ഗ്യാസിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് വാതകത്തിന്റെ വ്യാപ്തവുമായി താരതമ്യം ചെയ്താൽ വാതക തന്മാത്രകളുടെ വ്യാപ്തം വളരെ ചെറുതാണ്. ഓക്കെ, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ടോട്ടൽ വോളിയം, ആസ് കമ്പയർഡ് ടു വോളിയം ഓഫ് ഗ്യാസ്. നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു കണ്ടെയ്നറാണ്. ഓക്കെ, ഈ കണ്ടെയ്നറിന്റെ വ്യാപ്തം 1 ലിറ്റർ ആണെന്ന് കരുതുക. അപ്പോൾ ശരിക്കും ഗ്യാസിന് ഒരു നിശ്ചിത വ്യാപ്തമില്ല, ഗ്യാസിന് ഡെഫിനിറ്റ് വോളിയം ഇല്ല എന്ന കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഗ്യാസിന്റെ വോളിയമായിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്, കണക്കാക്കുന്നത് ആ ഗ്യാസ്
കാണപ്പെടുന്ന കണ്ടെയ്നറിന്റെ വോളിയമാണ്. ഇവിടെ കണ്ടെയ്നറിന്റെ വോളിയം 1 ലിറ്റർ ആകുമ്പോൾ ഗ്യാസിന്റെ വോളിയം എത്രയാണ്? ഗ്യാസിന്റെ വോളിയം 1 ലിറ്റർ തന്നെയാണ്. 1 ലിറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ സം ഗ്യാസ്, നൈട്രജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, ഏതെങ്കിലും ഒരു ഗ്യാസ് ഉണ്ടെന്ന് കരുതുക. ഇവിടെ നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ ധാരാളം എംപ്റ്റി സ്പേസ് ഉണ്ട്. എംപ്റ്റി സ്പേസ്, ധാരാളം ശൂന്യ സ്ഥലമുണ്ട്. എംപ്റ്റി സ്പേസ് ഉണ്ട്, ധാരാളം ശൂന്യ സ്ഥലമുണ്ട്. അപ്പൊ ഈ ഗ്യാസ് മോളിക്യൂളിന്റെ സൈസ് നമുക്കറിയാം വളരെ വളരെ ചെറുതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് മോളിക്യൂൾസിന് ശരിക്കും സ്ഥാനം പിടിക്കാൻ, ഒക്യുപ്പൈ ചെയ്യാൻ 1 ലിറ്റർ വോളിയം വേണോ? വേണ്ട. കാരണം ഗ്യാസ് മോളിക്യൂളിന്റെ സൈസ് വളരെ ചെറുതാണ്. ഇവിടെ ധാരാളം എംപ്റ്റി സ്പേസ് ഉണ്ട്, ശൂന്യ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് മോളിക്യൂളിന് ശരിക്കും സ്ഥാനം പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വോളിയം, വ്യാപ്തം ആ കണ്ടെയ്നറിന്റെ വോളിയം മീൻസ് ഗ്യാസിന്റെ വോളിയമായിട്ട് താരതമ്യം ചെയ്താൽ വളരെ 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 ചെറുതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്യാസ്. ഓക്കെ, രണ്ടാമത്തെ സവിശേഷത എല്ലാവരും ഓർക്കുക. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. ഓക്കെ, വാതകത്തിന്റെ വ്യാപ്തവുമായിട്ട് താരതമ്യം ചെയ്താൽ വാതക തന്മാത്രകളുടെ വ്യാപ്തം വളരെ ചെറുതാണ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. മീൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതാണ്. കാരണം ഗ്യാസ് മോളിക്യൂളിന് ശരിക്കും ഒക്യുപ്പൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വോളിയം, ഓക്കെ, ആ ഗ്യാസിന്റെ ആ വെസലിന്റെ വോളിയം മീൻസ് ഗ്യാസിന്റെ വോളിയമായിട്ട് താരതമ്യം ചെയ്താൽ വളരെ 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 ചെറുതായിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്യാസ്. ഓക്കെ, വാതകങ്ങളുടെ മൂന്നാമത്തെ സവിശേഷത നമുക്ക് നോക്കാം. ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ കണ്ടിന്യൂസ് റാൻഡം മോഷൻ. വാതക തന്മാത്രകൾ സാധ്യമായ എല്ലാ ദിശയിലേക്കും തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന എനർജിയാണ്, ഊർജമാണ് ഗതികോർജം, അതായത് കൈനറ്റിക് എനർജി അല്ലെ. ദ എമൗണ്ട് ഓഫ് എനർജി പൊസസ്ഡ് ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം, അതായത് കൈനറ്റിക് എനർജി. വാതക തന്മാത്രകളുടെ കൈനറ്റിക് എനർജി, ഗതികോർജം വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്യാസ്. ഗ്യാസിന്റെ അടുത്ത സവിശേഷത നോക്കുക. ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ ദ കൊളൈഡ് വിത്ത് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോ വാതക തന്മാത്രകൾ പരസ്പരം കൂട്ടിമുട്ടുന്നു, അതോടൊപ്പം ആ വാതക തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറിന്റെ ഭിത്തികളുമായും കൂട്ടിമുട്ടുന്നു എന്നാണ് പറയുന്നത് അല്ലെ. നോക്കുക, ഇതൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്, അടച്ച ഒരു പാത്രമാണ്. ഇവിടെ സം ഗ്യാസ് ഉണ്ട് അല്ലെ. അപ്പോ ഈ ഗ്യാസ് മോളിക്യൂൾസ്, വാതക തന്മാത്രകൾ കൂടിയ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വാതക തന്മാത്രകൾ, ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൂട്ടിമുട്ടുന്നു, അതായത് കൊളൈഡ് ചെയ്യുന്നു. പരസ്പരം മാത്രമല്ല കൊളൈഡ് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നത് അത് ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറിന്റെ വാൾസുമായി, ഭിത്തികളുമായും അത് കൂട്ടിമുട്ടുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, അടുത്ത സവിശേഷത, there is very low force of attraction between gas molecules. വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. നമുക്കറിയാം വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. അതുകൊണ്ടാണ് വാതക തന്മാത്രകൾക്ക് വളരെ കൂടിയ വേഗതയിൽ ചലിക്കാൻ പറ്റുന്നത്. വാതക തന്മാത്രകളുടെ ഗതികോർജം, അതായത് കൈനറ്റിക് എനർജി വളരെ കൂടുതലാകാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി ലോ.
യെസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, വാതക തന്മാത്രകളുടെ അവസാനത്തെ സവിശേഷതയാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്ലീസ് ലിസൺ. യെസ്, മോളിക്കുലാർ കൊളീഷൻസ് ആർ ഇലാസ്റ്റിക്. വാതക തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ, കൊളീഷൻ, ഇലാസ്റ്റിക് ആണ്. കൊളീഷൻ നടക്കുമ്പോൾ, കൂട്ടിമുട്ടൽ നടക്കുമ്പോൾ എനർജി കൺസേർവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയാം. എനർജി കൺസേർവ് ചെയ്യുകയാണെങ്കിൽ, അതായത് കൊളീഷൻ നടക്കുന്നതിന് മുമ്പും കൊളീഷന് ശേഷവുമുള്ള എനർജി ഒരുപോലെയാണെങ്കിൽ, സെയിം ആണെങ്കിൽ, ആ കൊളീഷനെ നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നു. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഇതെങ്കിലും ഓർക്കുക. മോളിക്കുലാർ കൊളീഷൻസ് ആർ ഇലാസ്റ്റിക്. ഓക്കെ, വാതക തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ ഇലാസ്റ്റിക് ആണ്. ഇവിടെ കൂട്ടിമുട്ടലിന് മുമ്പുള്ള എന്താണ് എനർജിയും കൂട്ടിമുട്ടലിന് ശേഷമുള്ള എനർജിയും സെയിം ആയതുകൊണ്ട്, ഒരുപോലെ ആയതുകൊണ്ട്, മാറ്റമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കൊളീഷനെ നമുക്ക് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇന്ന് ചർച്ച ചെയ്ത ഗ്യാസ് മോളിക്യൂൾസിന്റെ 6 സവിശേഷതകളെ അടിസ്ഥാനമാക്കി 6 ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 33 കൊടുത്തിരിക്കുന്ന ഈ ടേബിൾ 2.1 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ടേബിൾ 2.1, പട്ടിക 2.1 പൂർത്തിയാക്കുക. യെസ്, വാതക തന്മാത്രകളുടെ ഊർജം, എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്താ? വളരെ കൂടുതൽ. യെസ്, വളരെ കൂടുതൽ. വെരി ഹൈ, അല്ലെ, വെരി ഹൈ. നമുക്കറിയാം എന്താണ്? യെസ്, വാതക തന്മാത്രകളുടെ ചലന വേഗത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസിന്റെ, വാതക തന്മാത്രകളുടെ ഊർജം, എനർജി, കൈനറ്റിക് എനർജി വെരി ഹൈ ആണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞു. തന്മാത്രകൾ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. വെരി ഹൈ ആണ്, വളരെ കൂടുതലാണ്, വെരി ഹൈ ആണ്. ഓക്കെ, അടുത്തത് തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. യെസ്, ഗ്യാസ് മോളിക്യൂൾസ് ക്യാൻ മൂവ് ഫ്രീലി ഇൻ ഓൾ ഡയറക്ഷൻസ്. ഗ്യാസ് മോളിക്യൂളിന്റെ എന്താണ്, ഫ്രീ ആയി സ്വതന്ത്രമായിട്ട് ചലിക്കാൻ പറ്റുന്നു. ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് ഗ്യാസ് മോളിക്യൂൾസിനുള്ളത്. അപ്പൊ ഇവിടെയും ആൻസർ എന്താ? വളരെ കൂടുതൽ, വെരി ഹൈ, വെരി ഹൈ. ദെൻ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. ഓക്കെ, അത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോയിന്റാണ്. നമുക്കറിയാം വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്, വളരെ കുറവാണ്, വെരി ലോ. ഓക്കെ, അപ്പോ എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്. ഓക്കെ, മർദ്ദം, വ്യാപ്തം, താപനില. അതിനുശേഷം നമ്മൾ വാതക നിയമങ്ങൾ എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഓക്കെ, എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക, നല്ലവണ്ണം പഠിക്കുക. ഗുഡ് ബൈ, സ്റ്റഡി വൈ.